Hi friends, welcome back to our channel. മൂന്നാം ക്ലാസ്സിലത്തെ കൂട്ടുകാർക്ക് ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാർക്ക് നാളെ ഗണിതമാണ് എക്സാം. അപ്പോൾ അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഇംഗ്ലീഷ് മീഡിയം നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം 1 എണ്ണാം എഴുതാം. അപ്പോൾ എന്താണ് എണ്ണീറ്റ് എഴുതാനുള്ളതാണ് പ്രവർത്തനം 1 എന്ന് പറയുന്നത്. അപ്പൊ എന്താ ചിത്രത്തിലെ രൂപങ്ങൾ എണ്ണി എഴുതുക. അപ്പൊ ചിത്രത്തിൽ കുറച്ച് രൂപങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ആ രൂപങ്ങൾ നമ്മൾ എണ്ണീറ്റ് എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ഓരോന്നും എണ്ണി നോക്കാം. അപ്പൊ എത്ര വൃത്തങ്ങളുണ്ട്? 1 2 3 4 5 6 7. ഇനി എവിടെ ഉണ്ടോ? ഇല്ല, 7. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. ഇതിന്റെ നേരെ എഴുതാം 7. ഓക്കെ, ഇനി എത്ര ത്രികോണങ്ങൾ ഉണ്ട് നോക്കി നോക്കാം. ത്രികോണങ്ങൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 7. എത്ര ത്രികോണം ഉണ്ട്? 7 ത്രികോണം. അപ്പൊ നമ്മൾ ഇവിടെ എഴുതാം 7. ഇനി എത്ര ചതുരങ്ങൾ ഉണ്ട് നോക്കിക്കേ. 1 2 പിന്നെ ഏതാ 3 4 5 6 7 8 9. പിന്നെ ഇതാ ഒരു വലുതൊന്നുണ്ടല്ലേ. അപ്പൊ എത്ര ഉണ്ട്? 10 ചതുരമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 10 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. തുടർന്ന് വരുന്നത് വരച്ച് ചേർക്കുക. അപ്പൊ തുടർന്ന് വരുന്നത് നമ്മൾ വരച്ച് ചേർക്കണം. അപ്പൊ ആദ്യത്തെ ഈ ഭാഗം ഇങ്ങോട്ട് വന്നു, പിന്നെ അത് ഇവിടെ വന്നിട്ട് പിന്നെ അടിക്ക് വന്നു, പിന്നെ ഇവിടേക്കാണ് വന്നത്. അപ്പൊ ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. അപ്പൊ ഇനി എവിടേക്കായിരിക്കും? ഇവിടേക്കായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒരു മിനിറ്റ് ശരിക്കും ഒന്ന് വരക്കട്ടെ. കറക്റ്റ് ആയില്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാ, ഇത് മേലോട്ട് ഇങ്ങനെ. ഓക്കെ, ഇത് വരച്ചു. ഇനി ഇത് എവിടുക്കാ വരികയെന്ന് നോക്കിക്കേ. ഇപ്പൊ മേലോട്ടാണ് നമുക്ക് മനസ്സിലായി. അപ്പൊ ആദ്യം ഇത് ഇവിടെ ആയിരുന്നു, പിന്നെ ഇങ്ങോട്ട് പോയി, പിന്നെ ഇങ്ങോട്ട് പോയി. അപ്പൊ അടുത്തേൽ എവിടേക്കായിരിക്കും? ഇവിടെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇനി അടുത്തത് നോക്കൂ. അടുത്തത് എന്ത്? അപ്പോ ആദ്യത്തേൽ എന്ത് എവിടെ വന്നു? ആദ്യത്തേൽ ഇവിടെ വന്നു, പിന്നത്തേൽ ഇതാ ഇവിടെ വന്നു, പിന്നത്തേൽ ഇവിടെ വന്നു. ശരി ഉത്തരത്തിൽ ടിക്ക് അടയാളപ്പെടുത്തു. അപ്പൊ ഇനി അടുത്തത് എവിടെയായിരിക്കും വരിക? ഓപ്ഷൻ എ ഇതിന്റെ ഉള്ളില്, ഓപ്ഷൻ ബി എവിടെ? ഇതിന്റെ ഉള്ളിൽ, ഓപ്ഷൻ സി ഇതിന്റെ ഉള്ളിൽ, ഓപ്ഷൻ ഡി ഇതിന്റെ ഉള്ളിൽ. അപ്പൊ ആദ്യം ഇവിടെ വന്നു, പിന്നെ ഇവിടെ വന്നു, പിന്നെ ഇവിടെ വന്നു. അപ്പൊ അടുത്തത് എവിടെയായിരിക്കും? അടുത്തത് ഇവിടെ വരാം അല്ലെ. ഇവിടെയും വരാം, ഇവിടെയും വരാം. രണ്ടും ഏകദേശം സെയിം ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 2 മൃഗശാലയിൽ. മൃഗശാല സന്ദർശിക്കാൻ കുട്ടികൾ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുത്ത പ്രവേശന ടിക്കറ്റിലെ നമ്പറുകൾ ചുവടെ തന്നിരിക്കുന്നു. ബസ് 1 438 മുതൽ 490 വരെ. ബസ് 2 500 മുതൽ 553 വരെ. ബസ് 3 599 മുതൽ 608 വരെ. ബസ് 1 വന്ന കുട്ടികളുടെ എണ്ണം ചുവടെ കൊടുത്തവയിൽ ഏതാണ്? അങ്ങനെയാണെങ്കിൽ ബസ് 1 വന്ന കുട്ടികളുടെ എണ്ണം ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ഏതായിരിക്കും? 438 മുതൽ 490 വരെയാണ് ബസ്സിൽ വന്ന കുട്ടികളുടെ എണ്ണം. അതായത് 490 മൈനസ് 438 പ്ലസ് 1 ആയിരിക്കും. അപ്പൊ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നത്?
അപ്പൊ ഏത് ബസ്സിലായിരിക്കും കൂടുതൽ കുട്ടികൾ വന്നിട്ടുണ്ടാവുക? അത് മൈനസ് ചെയ്താൽ നമുക്ക് ഇതിലേത് മൈനസ് ചെയ്താലാണോ നമുക്ക് ഇതിലേത് മൈനസ് ചെയ്താലാണോ നമുക്ക് ഏറ്റവും വലിയ സംഖ്യ കിട്ടാന്ന് വെച്ചാൽ അതിലായിരിക്കും. അപ്പൊ 490 മൈനസ് 438 ചെയ്യുമ്പോൾ ഇവിടെ 10, ഇവിടെ 8, ഇവിടെ 2, ഇവിടെ 6, ഇവിടെ 62 വരും. ഇവിടെ 553 വരുള്ളൂ. ഇവിടെയും വളരെ ചെറിയ സംഖ്യയാണ്. അപ്പൊ ഏത് ബസ്സിലാണ് കൂടുതൽ കുട്ടികൾ വന്നത്? ബസ് 1-ൽ. ഓക്കെ, ഇനി അടുത്തത് 3 ബസ്സിലുമായി വന്ന കുട്ടികളുടെ എണ്ണം എത്ര? 3 ബസ്സിലും കൂടിയിട്ട് എത്ര കുട്ടികൾ വന്നിട്ടുണ്ട്? അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എങ്ങനെ കണ്ടുപിടിക്കാം? 3 ബസ്സിലുമായി വന്ന കുട്ടികളുടെ എണ്ണം എത്ര? അപ്പൊ ബസ് 1 നമുക്ക് ആദ്യം നോക്കാം. ബസ് 1-ൽ ആകെ എത്ര കുട്ടികൾ വന്നിട്ടുണ്ടാവും? 490-ൽ നിന്ന് 438 കുറച്ചപ്പോ എത്ര നമുക്ക് കിട്ടി? 8-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ്? 52 അല്ലേ? 8 3 കഴിഞ്ഞാൽ 4 5 6 7 8 52 സോറി 52 ആണ്. ഓക്കെ, വാട്ട് എവർ 52 കിട്ടി. 52 പ്ലസ് 1 ബസ് 1-ലുള്ളവര്. അങ്ങനെയാണെങ്കിൽ ബസ് 2-ൽ എത്രയായിരിക്കും? 553 മൈനസ് 500. നമ്മൾ 3 ഇറക്കിയിട്ടു 5 ഇറക്കിയിട്ടു 53. അപ്പൊ എത്രയായിരിക്കും? 53 പ്ലസ് 1. ഓക്കെ, എല്ലാത്തിലും മൈനസ് ചെയ്തിട്ട് നമ്മൾ +1 ചെയ്യണേ. ദെൻ അടുത്തത് 608 മൈനസ് 599. അപ്പൊ ഇവിടെ 18 വരും. ഇവിടെ 0 ആണ്. അപ്പൊ ഇവിടെ എത്ര വരിക? 9 വരും. ഇവിടെ ആണെങ്കിലോ 5 വരും. ഇങ്ങനെയല്ലേ? നോക്കി, കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ 9 വരും. അപ്പൊ 9 + 1 എത്രയാണ്? 10 ആണ്. അപ്പൊ 3ാമത്തെ ബസ്സിൽ എത്ര? ഇനി ഇതൊക്കെ കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കുട്ടികള് ബസ്സിൽ ആകെ വന്ന കുട്ടികൾ കിട്ടും 53 പ്ലസ് 54 പ്ലസ് 10 അല്ലേ? അപ്പൊ 4 കഴിഞ്ഞാൽ 4 + 3 എത്ര? 7. 5 5 10. 10 + 1 11. അപ്പൊ ബസ്സിലുമായി വന്ന ആകെ കുട്ടികളുടെ എണ്ണം 117. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3, 1000. സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന ഓട്ടോ ചേട്ടന് മാസം 1000 രൂപയാണ് കൊടുക്കേണ്ടത്. ഓരോ കുട്ടിയും കൊടുത്ത നോട്ടുകളുടെ എണ്ണം 5 ആണ്. ചില നോട്ടുകളുടെ വില എഴുതിയിട്ടുണ്ട്. ബാക്കി നോട്ടുകളുടെ വില എഴുതി ചേർക്കൂ. അപ്പൊ എന്താണ്? സ്കൂളിലത്തെ ചേട്ടന് കൊടുക്കുന്ന പൈസയാണ് എത്ര? ഓട്ടോ ചേട്ടന് കൊടുക്കുന്ന പൈസയാണ് എത്രയാണ്? 1000 രൂപ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ കുട്ടിയും 5 നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബാക്കി നമ്മൾ എഴുതണം. അപ്പൊ ഇഷ 200 രൂപ കൊടുത്തു. അപ്പൊ ബാക്കി ഇനി 1000 5 നോട്ടുകളിലായിട്ട് 1000 എഴുതണം. ഒരു നോട്ടിൽ 200 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നമ്മൾ 500 കൊടുത്ത് 500ന്റെ നോട്ടാ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ എത്ര ആവും? 500 600 700 ആവും. പിന്നെ 100 100 വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മളൊരു 500 ചേർത്തു. ഓക്കെ, എന്നിട്ട് നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 200 + 500 എത്രയായി? 5 6 7 ആയി. 700 ആയി. ഇനി നമുക്ക് 3 നോട്ടുകൾ ഉണ്ട്. അപ്പൊ 3 നോട്ടുകളിലായിട്ട് നമുക്ക് എന്ത് വെച്ചാൽ മതി? 100 100 100 വെച്ചാൽ 1000 ആവും. 100 100 100. ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കി. 7 കഴിഞ്ഞാൽ 8 9 10. ഇപ്പൊ എത്രയായി? 1000 ആയി. അപ്പൊ ഇഷാന് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഇവിടെ 500 തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതാ ഈ 500 എന്നല്ലേ ഇത്? ഈ 500 ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതി. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ ആയിട്ട് 200 എഴുതുക. ദെൻ 100 100 100 എഴുതുക. സിമ്പിൾ ആണ്. ദെൻ ഇവിടെ ഒരു 100 ഇതുണ്ട്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ഇതിങ്ങനെ ഓർഡറിൽ 500 200 100 100 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, മിഷ കൊണ്ടുവന്നത് 500ന്റെ ഒരു നോട്ടും പിന്നെ 10ന്റെ നോട്ടുകളുമാണ്. അവ കൊണ്ടുവന്ന നോട്ടുകളുടെ ആകെ എണ്ണത്തിന് ടിക്ക് അടയാളപ്പെടുത്തുക. മിഷ കൊണ്ടുവന്നത് 500ന്റെ ഒരു നോട്ടാണ്. പിന്നെ കൊണ്ടുവന്നത് എന്താ? 10ന്റെ നോട്ടുകളാണ്. അങ്ങനെയാണെങ്കിൽ 500 രൂപ അവളയിലുണ്ട്. ഇനി അവള്
10ന്റെ നോട്ട് എത്ര എണ്ണം വേണ്ടി വരും? ഇനി ഒരു 500 കൂടെ ആവണം. അപ്പൊ 10ന്റെ നോട്ട് എത്ര വേണ്ടി വരും? 50 എണ്ണം വേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് ഒരു പെട്ടിയിൽ 5, 10, 20, 50 എന്നീ നോട്ടുകൾ 2 വീതം ഉണ്ട്. ഇതിൽ നിന്നും 3 നോട്ടുകൾ ഉണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ തുക എത്ര? അപ്പൊ ഒരു പെട്ടിയിൽ 5ന്റെയും 10ന്റെയും 20ന്റെയും 50ന്റെയും ഒക്കെ നോട്ടുകൾ 2 വീതമുണ്ട്. ഇതിൽ നിന്ന് 3 നോട്ടുകൾ നമുക്ക് എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. നോട്ടുകളൊക്കെ ഒന്ന് എഴുതി നോക്കാം. 5ന്റെ 2 വീതമുണ്ട്. അപ്പൊ 2 5 വരും, 2 10 വരും, 2 20 വരും, അങ്ങനെ 2 50 വരും. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ 3 നോട്ടിട്ട് എടുക്കണം. അങ്ങനെ ഏറ്റവും ചെറിയ സംഖ്യ വേണം എടുക്കാൻ. അപ്പൊ നമുക്ക് എന്തെടുക്കാം? 2 5ഉം ഒരു 10ഉം എടുക്കാം. അപ്പൊ നമുക്ക് അതിന്റെ തുക എന്ന് പറയുന്നത് എത്ര? 10 + 5 + 5 = 20. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. പ്രവർത്തനം 3ന്റെ B ആണ് കാർഡുകളി. മനുവും കൂട്ടുകാരും കാർഡ് കളിക്കുകയാണ്. ഒരാൾക്ക് 3 കാർഡ് എടുക്കാം. കണ്ണടച്ചാണ് കാർഡ് എടുക്കേണ്ടത്. ഒരാൾ എടുക്കുന്ന 3 കാർഡുകളിലെ സംഖ്യകൾ കൂട്ടുന്നതാണ് അയാൾക്ക് കിട്ടുന്ന പോയിന്റ് ആണ് പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഇപ്പൊ 200ഉം 110ഉം 165 ആണ് മനുവിന് കിട്ടിയത്. അപ്പൊ മനുവിന്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 200 + 110 + 165. 5 ഇറക്കിട്ടു 6 7 2 3 4. അപ്പൊ 475 ആണ് മനുവിന് കിട്ടിയിട്ടുള്ള പോയിന്റ്. അപ്പൊ സാമിന് ടോട്ടൽ എത്ര? 360 കിട്ടിയിട്ടുണ്ട്. ഇത് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതിന്ന് ഇത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. സാമിന്റെ 100 + 150 ചെയ്യാം. അപ്പൊ നമുക്ക് 250 കിട്ടി. ആ 250നെ നമ്മൾ 360ൽ നിന്നും മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 110 കിട്ടും. അപ്പൊ ഇവിടെ 110 ആണ്. ഓക്കെ, ഇനി അടുത്തത് 100 തന്നിട്ടുണ്ട്. ഇവിടെ ഒരു 400 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെയും നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് 440ൽ നിന്ന് നമുക്ക് 100 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 340 കിട്ടും. അപ്പൊ ഇതും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 340 കിട്ടണം. അങ്ങനെ വേണം നമ്മൾ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ആ 340 നമുക്ക് ഇതിൽ ഏതെങ്കിലും കൂടി കൂട്ടിയാൽ കിട്ടുമോ? നമുക്കൊരു 140ഉം 200 എടുത്തു നോക്കാം. 200 + 140 എത്രയാണ്? 340 ആണ്. അപ്പൊ നമുക്ക് കിട്ടി 340 കിട്ടി. സോ നമ്മുടെ 2 കാർഡ് ഏതാണ്? 200ഉം 140ഉം. ഓക്കെ, ഇനി അടുത്തത് കൂട്ടുമ്പോൾ 1000 കിട്ടുന്ന 4 സംഖ്യാ കാർഡ് തന്നിട്ടുള്ളവയിൽ നിന്നും കണ്ടെത്തുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് കൂട്ടുമ്പോൾ 1000 കിട്ടണം. 4 കാർഡുകളാണ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഒന്ന് നമുക്ക് എന്തെടുക്കാം? നമുക്ക് ഇതിന്നല്ല എടുക്കേണ്ടത്. ഓക്കെ, ഇതിൽ നമുക്ക് 4 കാർഡുകൾ എടുക്കണം. 1000 കിട്ടണം. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പൊ നമുക്ക് എന്തൊക്കെ എടുക്കാൻ പറ്റും നോക്കി നോക്കുക. ഇതല്ലേ നമ്മുടെ ടോട്ടല്. അപ്പൊ നമുക്കൊരു 250ഉം പിന്നെ ഒരു 250 എടുത്താൽ എത്രയായി? 250 + 250 എത്രയായി? സോറി, ഓക്കെ, 500 ആയല്ലേ. അപ്പൊ നമുക്ക് ഒരു 500 ആയി. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു 500ഉം കൂടി ഓക്കെ ആക്കിയാ പോലെ. അപ്പൊ അതിപ്പോ നമ്മൾ എന്തെടുക്കും? 200ഉം 300 ഇല്ല അല്ലെ? 300 ഇല്ല. പിന്നുള്ളത് 350 ആണ്. 150 ഉണ്ടോ? 150 350 എടുത്താൽ എത്രയാവും? 350 + 150. 5 10 ബാക്കി 1 2 3 4 3 4 5 5 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? 350ഉം 150ഉം എടുത്താൽ മതി. 350ഉം ഒരു 350 എടുക്കുക, ഒരു 150 എടുക്കുക, 2 250 എടുക്കുക. ഇപ്പൊ നമുക്ക് ടോട്ടൽ എത്രയായി? 350 + 250 +
250 പ്ലസ് 250 നമുക്ക് നോക്കി നോക്കാം ശരിയാണോ എന്ന്. 5 5 10 15 20 ബാക്കി 2 2 4 6 7 7 3 10 1000. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കിയിട്ട് അവസാനിപ്പിക്കാം. ഓക്കെ, പ്രവർത്തനം 4 വിനോദയാത്ര. വിനോദയാത്രയ്ക്ക് ഓരോ കുട്ടിയും 625 രൂപയാണ് നൽകേണ്ടത്. മനുവും കൂട്ടുകാരും 625 രൂപ കൊടുത്തത് വ്യത്യസ്ത രീതികളാണ്. മനുവിന്റെ കൂട്ടുകാർ കൊടുത്ത നോട്ടുകൾ എന്തൊക്കെയാണെന്ന് എഴുതൂ. അപ്പൊ ഒരാൾ കൊടുത്തിട്ടുള്ളതാണ് 600 600, 2 10 20, 1 5 രൂപ 5 625. ഇനി അത് ഒറ്റ രൂപ മാത്രമായിട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര കൊടുക്കേണ്ടി വരും? 625 കൊടുക്കേണ്ടി വരും. ഇനി 100 രൂപയും 1 രൂപയും മാത്രം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എത്ര 100ന്റെ നോട്ട് കൊടുക്കേണ്ടി വരും? 600 രൂപ 600 അല്ല 600 ആണ്. 600 പിന്നെ 1 രൂപ എത്ര എണ്ണം കൊടുക്കേണ്ടി വരും? 25 എണ്ണം കൊടുക്കേണ്ടി വരും. ഇനി 62 5 ആണെങ്കിൽ 62ന്റെ എത്ര എണ്ണം കൊടുക്കേണ്ടി വരും? 62ന്റെ 10 എണ്ണം 5ന്റെ ഒരെണ്ണം. അപ്പൊ 620 പ്ലസ് 5 625. ഇനി 100ഉം 10ഉം 1 രൂപയും എത്ര 100 രൂപ വേണം? 600 രൂപ വേണം. 2 10 രൂപ വേണം. 1 രൂപ വേണം. 600 2 10 1 625. ഒന്നല്ല കേട്ടോ, അവിടെ 5 ആണ്. ഇനി നെക്സ്റ്റ് 5 100 രൂപ നോട്ട്. അപ്പൊ 500 ആയി. ഇനി എത്ര 10 രൂപ നോട്ട് വേണം? 10 എണ്ണം വേണം അല്ലെ, അപ്പോഴേ 100 ആവുള്ളൂ. അപ്പൊ 10 എഴുതി 600 ആയി. ഇനി 25 1 രൂപയും കൂടി ആയാൽ മതി. 5 2 6 625. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.